ഹലോ എൻ്റെ ക്യൂട്ടീസ്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ല, പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ കവർ പേജ് അല്ലെങ്കിൽ ഫ്രണ്ട് പേജൊക്കെ ചെയ്താലോ. അതിനുവേണ്ടി ഞാൻ ഒരു A4 സൈസ് ഡ്രോയിങ് ബുക്കിനകത്താണ് വരയ്ക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് വരയ്ക്കാനുള്ള പേപ്പർ വരയ്ക്കാം. പിന്നെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം ചെയ്ത ശേഷം ഞാൻ കുഞ്ഞ് ഡയറിക്കകത്തോട്ട് മാറ്റും, കാരണം എല്ലാം പേപ്പറിനകത്ത് വരയ്ക്കണ്ടോ. പിന്നെ ഇത് ചിലപ്പം കളറ് ഇച്ചിരി സ്പ്രെഡാകുന്ന പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം പ്രൊജക്റ്റ് ചെയ്യാനുള്ള പേപ്പറിനകത്ത് വരയ്ക്കണേ. ഇതിനകത്ത് ഡിസൈൻസോ കളറോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാം. കളർ പെൻസിലോ സ്കെച്ച് പെന്നോ ബ്രഷ് പെന്നോ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കംഫർട്ടബിളായിട്ട് വരയ്ക്കാം. ഇത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കവർ പേജുകളാണ് കാണിക്കുന്നത്. സബ്ജക്റ്റ് ഒന്ന് രണ്ടെണ്ണത്തിനെ എഴുതുന്നുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വരച്ച ശേഷം ഞാൻ കണ്ട ഇത് ചിലതൊക്കെ എൻ്റെ ബ്രഷ് പെൻ ചിലതൊക്കെ സ്പ്രെഡ് ആകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എവിടേക്കാണ് വലിയ A4 സൈസ് വരയ്ക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറി മറിച്ചൊക്കെ വരയ്ക്കാം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യുമോ, നിങ്ങൾക്ക് ഇച്ചിരി ഡിസൈൻ വരയ്ക്കോ എന്തെങ്കിലും കുറയ്ക്കുമോ. ഈ മുകളിൽ വരച്ച ലൈനൊന്നും വേണ്ട, ആവശ്യമില്ലാതെ തന്നെ നല്ലതായിരുന്നു. ഞാൻ ചുമ്മാ വരച്ച് വെച്ചത് കേട്ടോ. ആ ലൈനൊന്നും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതില്ലാതെ സിമ്പിളായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുള്ള നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയ ഡിസൈൻസാണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഉണ്ടാക്കി തരാം. അപ്പം രണ്ടാമത്തെ ഡിസൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു ഹണി ബീ ടൈപ്പിൽ വരയ്ക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ടും അതിനകത്ത് ക്യൂട്ടും പിന്നെന്താ സബ്ജക്റ്റ് വൈസും അങ്ങനെയൊക്കെ ചേർന്ന് മിക്സായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്ലോറലും കവായും എല്ലാം മിക്സാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതൊന്നുകൂടെ ഒരു സീരീസിനകത്ത് ഉണ്ടാക്കാം. അപ്പം ചെറിയൊരു ബട്ടർഫ്ലൈ ഉണക്കുക. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോഴേ ബ്ലാക്ക് പെന്നോട് ഔട്ട്ലൈൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ വരയ്ക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരയ്ക്കും. ഞാനാണ് ചിലതൊക്കെ വരയ്ക്കാതെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചത് നമുക്ക് ഈ ഭാഗം ഔട്ട്ലൈൻ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വരയ്ക്കാം. ഞാൻ ജസ്റ്റ് പാറ്റേൺസ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നു, ബാക്കിയൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമല്ലോ. അപ്പം എന്തൊക്കെ ആക്ടിവിറ്റിയും പ്രൊജക്റ്റും ഒക്കെ നിങ്ങളുടെ ആയെന്നൊക്കെ ചിലരൊക്കെ ചെയ്ത് കാണും, ചിലരൊക്കെ ജസ്റ്റ് ഐഡിയയ്ക്ക് വേണ്ടി മാത്രം കാണിച്ചിരുന്നു. ചിലരൊക്കെ എന്നെക്കാട്ടി നല്ലോണം വരയ്ക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അവർക്ക് അതിനനുസരിച്ച് വരയ്ക്കാം. പിന്നെ ഇത് ഒരു ക്യൂട്ടായിട്ടുള്ള തേർഡ് വരയ്ക്കാൻ ഒരു കവായി തീമിൽ എന്ന് പറയാം. പക്ഷേ എല്ലാവർക്കും വരയ്ക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് വലിയ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. ചെറിയതായിട്ടുള്ള നമ്മുടെ ഒരു സയൻസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കവായി കൂട്ടനെയാണ് വരയ്ക്കുന്നത്. നമ്മുടെ ടെസ്റ്റ് ട്യൂബൊക്കെ വരയ്ക്കുന്നത്. ടെസ്റ്റ് ട്യൂബിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീക്കറോ എന്തെങ്കിലും വരയ്ക്കാം. അതിനനുസരിച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ സയൻസ് റിലേറ്റഡ് ആയ സാധനങ്ങൾ വെക്കാം. മാത്സ് റിലേറ്റഡ് ആണെങ്കിൽ മാത്സ് റിലേറ്റഡ് ചെയ്യാം. ഇതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഫ്ലോറൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഹോ തീം ചെയ്യാൻ പറ്റും, മണ്ടാല ചെയ്യാൻ പറ്റും, കവായി മാത്രം ചെയ്യാൻ പറ്റും, സാൻഡ്രിയ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം ഞാൻ വരച്ചതിന് പകരം നിങ്ങൾക്ക് ഹലോ കിറ്റിയാണ് വരയ്ക്കണമെങ്കിൽ അവിടെ ഹലോ കിറ്റി വരുത്താൻ പറ്റും. ഇനി നമ്മൾ മാത്സിൻ്റെ ഒരെണ്ണമാണ് ചെയ്യാൻ പറ്റുന്നത്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്രൊട്രാക്ടറും നമ്മുടെ ഈ ട്രയാങ്കിൾ സാധനങ്ങളൊക്കെ ഇല്ലേ ജോമെട്രി ബോക്സിന്, അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ മാത്സിന് വേണ്ടി. ഇത് ചെറുതായിട്ടും വേണം വരയ്ക്കാൻ. ജസ്റ്റ് ഈ സാധനം എല്ലാം നമുക്ക് യൂസ് ചെയ്ത് വരയ്ക്കാമെന്ന് വെച്ചുകൊണ്ട് സിമ്പിൾ യൂട്ടൻസിൽസ് പോലത്തെ നമ്മൾക്ക് ഇല്ലേ എന്താ പറയേണ്ടത്, എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ നമ്മുടെ ഉള്ളത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രം വരച്ചാൽ മാത്രം വേണമെങ്കിലും വെക്കാം കളർ അടിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ അത് മുകളിൽ ഇത്രയും വരച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ അത് മുകളിൽ ഒരു കുറേ ലൈൻസ് വരയ്ക്കാൻ പോയത് അതെനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു. ആ ലൈൻ ഇല്ലാതെയായിരുന്നു നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈൻ ഇല്ലാതെ വരയ്ക്കാം. മാക്സിമം നമുക്ക് ആ കോളത്തിനകത്ത് എഴുതി വെക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ താഴത്തെ കളറൊക്കെ മാറ്റാം കേട്ടോ. ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കളർ പെൻസിൽ വെച്ച് വരയ്ക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ സാധാരണ. അപ്പോൾ 5th വൺ എന്ന് പറയുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള തീമൊക്കെ മാറ്റി ഇനി നമുക്കൊരു എസ്തെറ്റിക് ആയിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഫ്ലോറലായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതൊക്കെ അപ്പോൾ നമ്മുടെ ഫ്ലവർ എങ്ങനെയുണ്ടെന്ന് പറയുക. പിന്നെ പിങ്ക് കളർ എനിക്ക് ഇഷ്ടമായത് പിങ്ക് വരച്ച് തീരാറായി കേട്ടോ. അപ്പം ജസ്റ്റ് നോർമൽ ഫ്ലവർ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് ഫ്ലവർ വരയ്ക്കാം, നിങ്ങൾക്ക് സൺഫ്ലവർ ഏത് ഇഷ്ടമുള്ള ഫ്ലവർ ഇതിനകത്ത് വരയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഈ സിസേഴ്സ് ഇല്ലേ, നമ്മുടെ കത്രിക പാറ്റേൺ വെച്ച് ഒരെണ്ണം വരയ്ക്കുകയാണ്. അപ്പോൾ കത്രിക പാറ്റേൺ നമ്മുടെ വാഷി ടൈപ്പിൻ്റെ അടപ്പിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാമല്ലോ. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും കൊച്ചു പിള്ളേർക്ക് വരെ വരയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ തീമുകൾ എടുത്തത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നിങ്ങൾ വരച്ച് നോക്ക്. നിങ്ങൾക്ക് ഏറ്റവും ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മാറ്റണമെന്നെങ്കിൽ മാറ്റാം കേട്ടോ. പിന്നെ ഇതിലെങ്കിൽ പ്രത്യേകമായിട്ട് സബ്ജക്റ്റ് വൈസ് ഞാൻ എഴുതാതെ സബ്ജക്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും മാറ്റാം. ഇത് സബ്ജക്റ്റ് റിലേറ്റഡ് അല്ലല്ലോ, അതുകൊണ്ട് മാത്സ് ഒക്കെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് മാത്സിനകത്ത് കോളം വിട്ടിരുന്നത് കേട്ടോ.
സയൻസും അതുകൊണ്ടാണ് അങ്ങനത്തെ വരയ്ക്കുന്നത്. പിന്നെ സയൻസിൻ്റെ ഇമേജ് വരച്ച് SST എന്ന് എഴുതിയേക്കില്ല കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ 7th എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സൈഡിലൊക്കെ ഒരു എന്താ പറയുന്നത് ക്ലൗഡ് എന്ന് പറയാനില്ല, ഏകദേശം ചുമ്മാ സിമ്പിൾ ക്ലൗഡ് ടൈപ്പിൽ ഒരു കോർണറിൽ മാത്രമായിട്ട്. ഒത്തിരി എനിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് വരയ്ക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെറിയ സിമ്പിൾ തീമാണ് വരയ്ക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഈ വാശി ടൈപ്പിൻ്റെ സാധനം ഇതിൻ്റെ വെച്ച് ഒരു റൗണ്ട് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് റൗണ്ട് വരയ്ക്കാനൊന്നും വേറെ സാധനം വേണം, ഇതൊക്കെ വെച്ച് വരച്ചാൽ പോരെ. അപ്പോൾ ഇത് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ അത്രയും കോളം വേണേ. ഇപ്പോൾ ഹിസ്റ്ററിക്കാണെങ്കിൽ ഹിസ്റ്ററിയുടെ എത്ര സ്പെല്ലിംഗ് ഉണ്ടോ, സ്പെല്ലിങ്ങിനകത്ത് ഏതൊക്കെ ആൽഫബറ്റ്സ് ഉണ്ടോ അത്രയും കോളം നമുക്ക് വേണം. അപ്പം മാത്സ് ആണെങ്കിൽ മാത്സിൻ്റെ അത്രയും കോളം. അപ്പം ഇതിപ്പം നമ്മൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുടെ അത്രയും കോളമാണ് വരയ്ക്കേണ്ടത്. അപ്പം കോളം കുറച്ചും ഞാൻ കാണിച്ച പോലെ സാധനം വരച്ചിട്ട് ഇംഗ്ലീഷിനും വേറെ ഒരു സബ്ജക്റ്റിനും വരച്ചേക്കില്ല കേട്ടോ. കോളം അതിനനുസരിച്ച് എഴുതണേ. അപ്പോൾ അതിനുശേഷം സിമ്പിളായിട്ട് എനിക്ക് ഈ സാധനം ഇഷ്ടമായിരുന്നു. ഹൈലൈറ്റർ വെച്ചാണ് സത്യത്തിൽ ഏറ്റവും നല്ല എൻ്റെ പടരാത്ത. ബാക്കിയെല്ലാം എൻ്റെ ഈ ബുക്കിനകത്തായിരുന്നു ഇച്ചിരി സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മാത്രം മതി. കളർ നിങ്ങളനുസരിച്ച് മാറുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞ് ജസ്റ്റ് ഈ നമ്മുടെ ബോഹോ തീമില്ല അതുപോലത്തെ ടൈമൊക്കെ വരയ്ക്കാനാണ്. ഇനി ഒരു ഫ്ലോറൽ വരയ്ക്കാനാണ് 9th. അപ്പോൾ 9th എന്ന് പറയുന്നത് ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ഇങ്ങനെ മാത്രമായിട്ട് വരയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ ഇലകളും പൂക്കളും ഒക്കെ വരയ്ക്കാം. ഒരു സൈഡ് മാത്രം പാറ്റേൺ വരയ്ക്കുന്നുള്ളൂ. ഞാൻ 4 സൈഡും വേണമെങ്കിൽ വരയ്ക്കാം, പക്ഷേ എനിക്ക് 4 സൈഡിനോട് അത്ര താല്പര്യമില്ല, സിമ്പിളായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ്. പിന്നെ ചില ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി ഇങ്ങനെ വാരി വരച്ചുണ്ടാക്കുന്ന ഇഷ്ടമില്ല. ഞങ്ങളുടെ ഒരു സാറുണ്ട്, ആ സാറാണെങ്കിൽ ഒന്നും വരയ്ക്കാൻ സമ്മതിക്കരുത്. സാറ് പറയും ജസ്റ്റ് പേരും മാത്രം വരയ്ക്കാം, 4 സൈഡിൽ വേണമെങ്കിൽ ഒരു ലൈൻ വരച്ചോളാൻ പറയും. അപ്പം ചില സാറുമാർ നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വരയ്ക്കാൻ പറയും. അപ്പോൾ അത് ഓരോ സാറുമാരുടെ അനുസരിച്ച് വരയ്ക്കുക. ഇനി നിങ്ങളൊക്കെ പറഞ്ഞ നമ്മുടെ കവായ തീമിൽ വീണ്ടും ഒരു ക്യൂട്ടി ബണ്ണി ടൈപ്പ് വരയ്ക്കുകയാണ്. ഇത് നമ്മൾ റൗണ്ടിനകത്ത് മാത്രം എഴുതാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ഈ സർക്കുലർ രീതിയിൽ എഴുതാൻ വേണ്ടിയാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സർക്കുലർ രീതിയിലൊക്കെ വരയ്ക്കാൻ പറയും. ഇനി അടുത്ത് വീണ്ടും ഒരു ഫ്ലോറലാണ് വരയ്ക്കുന്നത്. ഞാൻ കോർണറിൽ മാത്രമേ ഫ്ലോറൽ വരയ്ക്കുന്ന ഇഷ്ടപ്പെടുന്നുള്ളൂ. ജസ്റ്റ് സ്കെച്ച് പെൻ മാത്രം വരച്ച ശേഷം അല്ലെങ്കിൽ ബ്രഷ് പെൻ വരച്ചിട്ട് അതിന് മുകളിൽ കൂടെ നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവർ ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ആദ്യമേ ഔട്ട്ലൈൻ ചെയ്യുന്നവരുണ്ട്. ഇത് ഔട്ട്ലൈൻ അല്ല, ആദ്യമേ നമ്മൾ കളർ ചെയ്ത ശേഷം ബ്ലാക്ക് കൊണ്ട് നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ആക്കി മാറ്റുക ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുപോലത്തെ വരയ്ക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഫ്ലോറാണ് വരയ്ക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒത്തിരി ചെയ്യുന്നവരുണ്ട് നല്ലവണ്ണം, പക്ഷേ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇല്ല, അവർക്കൊക്കെ തന്നെത്താനെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കളറൊക്കെ വെച്ച് വരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒത്തിരി കളറൊന്നും നമ്മൾ ഓവറൊന്നും ആവശ്യമില്ല കേട്ടോ. ബ്രഷ് പെന്നെങ്കിൽ ബ്രഷ് പെന്ന്, സ്കെച്ച് പെന്നെങ്കിൽ സ്കെച്ച് പെന്ന്. എനിക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ പെൻസിൽ സമയമില്ലാത്തതുകൊണ്ട് വരയ്ക്കാത്ത കേട്ടോ. പിന്നെ പെൻസിലൊന്നും കാണുന്നില്ലായിരുന്നു. അതാണ് 4 സൈഡിൽ ഇത്ര ഞാൻ എനിക്ക് മിനിമലായിട്ട് വരയ്ക്കുന്ന ഇഷ്ടമുണ്ട്, മിനിമലായിട്ട് വരച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ബോഹോ തീം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ, അതാണ് ബോഹോ തീം എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള പേസ്റ്റൽ കളേഴ്സ് 4 സൈഡും വരയ്ക്കുക. അതിനുശേഷം മുകളിൽ കൂടെ ബ്ലാക്ക് കൊണ്ട് ചുമ്മാ ഇഷ്ടമുള്ള ഫ്ലവർ വരയ്ക്കുക. ഇത് നമ്മൾ ക്യാൻവാസിൽ പെയിൻറ്റിങ് ചെയ്തില്ല, അതുപോലെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിത് കുറച്ച് നേരം ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്പീഡിൽ കാണുന്നതായിട്ട് ഞാൻ കുറേ മണിക്കൂർ ഇരുന്ന് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫുൾ വീഡിയോ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് ചേച്ചിക്കറിയാം നിങ്ങൾക്കൊക്കെ ഗിവ് അവേ ഒക്കെ വേണ്ടേ, അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നമ്മൾ വലിയ ചാനലാണ്ടേ. അടുത്തത് നമ്മുടെ ഒരു ക്യൂട്ടിയായിട്ട് കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ വെച്ചിരിക്കും. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പകരം നമ്മുടെ പപ്പീസിനെ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെഡി ബിയർനെസ്സിനെ വരയ്ക്കാം, എന്ത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പാറ്റേൺ കാണിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടമുള്ള ക്യാരക്ടറിനെ വരയ്ക്കാം. ഇല്ലെങ്കിൽ സാൻഡ്രിയ കുട്ടന്മാരെ താര വരച്ചാലും മതി കേട്ടോ. ഇത്ര മാത്രം ലൈൻ ഇട്ട് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ മുകളിൽ കൂടെ ലൈൻ ഇട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അപ്പം എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരുന്നു. അപ്പം നമ്മുടെ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് കണ്ടാലും എങ്ങനെയൊക്കെ ഉണ്ട്, ഏതാ ഇഷ്ടമായത് നിങ്ങൾ എന്നോട് പറയണം. ഏത് പാറ്റേണാണ് ഇഷ്ടമായത്, അല്ലെങ്കിൽ ഇനി സെക്കൻഡ് പാർട്ടായിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ലൈക്കൊക്കെ കുറവാണല്ലോ, വ്യൂവും കുറവാണല്ലോ. പിശുക്കൊന്നും കാണിക്കാതെ ലൈക്കൊക്കെ അടിക്കുന്നേ കേട്ടോ. അപ്പം നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ കണ്ട ശേഷം ഇതുപോലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഏതെങ്കിലും കവായി മാത്രമായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാത്രമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതും പറയാം, അതും ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇഷ്ടമായി? എനിക്ക് ഇതുപോലത്തെ വരയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ഇനി അടുത്ത ഏത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഏതെങ്കിലും തീം വൈസ് ടെസ്റ്റ് ട്യൂബ് വെച്ച്, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ടെസ്റ്റ് ട്യൂബ് വെച്ച്, SST ആണെങ്കിൽ മാപ്പ് വെച്ച്, നമ്മുടെ ഫിസിക്സ് ആണെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ വെച്ച്, ടൂൾസ് വെച്ച്, അപ്പോൾ മാത്സിൻ്റെ പ്ലസും മൈനസും ഒക്കെ വെച്ച്, അഡീഷനൊക്കെ വെച്ച്, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും വരയ്ക്കാവുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ
ഇഷ്ടം എന്ന് നിങ്ങൾക്ക് പറയാം. ഇതിൽ കുറയ്ക്കുകയോ കൂടുകയോ ഒക്കെ ചെയ്ത് നിങ്ങളൊന്ന് പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേഗം എല്ലാവരും ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബും ചെയ്തേ. ബൈ.